ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഷോപ്പി ഫോർ ഹാപ്പി. ഇന്നത്തെ വീഡിയോ എന്താണെന്നറിയാമോ? ഉമ്മച്ചി ഇവിടെ എന്തരം എടുക്കുന്നുണ്ട്. അപ്പം എന്താണെന്നറിയില്ല. സമോഷീറ്റ് പോലെയാണ് ഈ കൊണ്ടു കൊള്ളാല്ലേ. മുട്ട വെച്ചുണ്ടാക്കിയതാണ് ഗൈസ്. അപ്പം മുട്ട വെച്ചുണ്ടാക്കിയത് മുട്ടയിൽ മിക്സ് ചെയ്തതാണ് അതാണ്. അതെ ഗൈസ്, നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഞാനിന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് സമോസ ഷീറ്റ് വെച്ചിട്ടുണ്ടാക്കുന്ന ചട്ടിപ്പത്തിരി. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കിയാലോ. സോ ഒരു പാൻ എടുക്കുക, അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കറിവേപ്പില ഇടുക, പിന്നെ കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം കൂടി അരിഞ്ഞത് ചതച്ചത്, ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി, എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം സവാള നീളത്തിലരിഞ്ഞത്, ഞാൻ ചെറിയ സവാളയാണ് എടുത്തത്. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് വഴറ്റുക. പിന്നെ അതൊന്ന് വഴന്ന് വരുമ്പോഴത്തേനും നമ്മൾ തക്കാളി മല്ലിയില ഈ രണ്ടും കൂടെ ഒന്ന് ഇടുക. തക്കാളി ഞാനൊരു ചെറിയ തക്കാളിയാണ് എടുത്തത്, പിന്നെ കുറച്ച് മല്ലിയില ഇതും കൂടെ അതിലോട്ട് അരിഞ്ഞിടുന്നുണ്ട്. പിന്നെ ഞാൻ ഓൾറെഡി ചിക്കൻ നന്നായിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചിട്ടുണ്ട്. ചിക്കൻ വേവിച്ചപ്പോഴത്തേനും ഞാൻ അതിലേക്ക് ഉപ്പ്, നമ്മുടെ ഗരം മസാലപ്പൊടി, പിന്നെ കുരുമുളക് ഇത്ര ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് ചിക്കൻ വേവിച്ച വെള്ളമാണ്, അതും കൂടി ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇച്ചിരി മുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരിച്ചിരി മുളക് പൊടി മതി കേട്ടോ. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കുന്നത്, അപ്പോൾ എനിക്ക് എത്ര കൂട്ട് വേണം എന്നുള്ളൊരു ഐഡിയ ഇല്ല. പക്ഷെ കുറച്ചും കൂടി ഫില്ലിങ് നമുക്ക് എടുക്കാം കേട്ടോ, അപ്പോഴാണ് ഒരു ടേസ്റ്റ് കുറച്ചും കൂടി കിട്ടുന്നത്. അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ അതിലേക്ക് ഷ്രെഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കുക, ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലാസ്റ്റ് ഞാൻ കുറച്ചും കൂടി കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ടേ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ കൂട്ട്. ഭയങ്കര സിമ്പിളാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. പിന്നെ ഇങ്ങനെ സമോസ ഷീറ്റ് വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പകുതി പണിയൊന്ന് കുറഞ്ഞിരിക്കും. പിന്നെ ഞാൻ എല്ലാം കൂടി ചെയ്യാനുള്ളതുകൊണ്ട് ചട്ടിപ്പത്തിരി ഇതുവരെ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇത് നല്ല എളുപ്പമുണ്ട് കേട്ടോ. ഇനി ഇതുപോലെ കുഴിവുള്ളൊരു പാത്രം എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് സൈഡൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക. നോൺ സ്റ്റിക്ക് ഞാൻ എടുത്തേക്കുന്നത്, ബട്ട് സ്റ്റിക്ക് ഞാൻ ഒരു തുള്ളി എണ്ണ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി അതിലേക്ക് സമോസ ഷീറ്റ് നമ്മളിങ്ങനെ ഡയഗണലായിട്ടും ക്രിസ് ക്രോസ് ആയിട്ടൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്ക് കൂട്ട് വെക്കാനായിട്ടുള്ളൊരു സ്പേസ് ഇതുപോലെ കിട്ടുന്നുണ്ടാവും. ഇതുപോലെ നമ്മൾ സ്പേസ്, എക്സ്ട്രാ സ്പേസസ് ഒന്നും ഇല്ലാതെ നമ്മൾ എടുക്കുക. ഈ സമോസ ഷീറ്റ് ഞാൻ ആക്ച്വലി ഒരു 3 മുട്ട, കുറച്ച് വെള്ളം, കുറച്ച് ഉപ്പ് ഇത്രയും കൂടി ഇട്ടിട്ടാണ് അതിൽ മുക്കിയാണ് എടുക്കുന്നത്. എന്നിട്ട് ഇതുപോലെ കൂട്ട് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വീണ്ടും ഇങ്ങനെ ലെയർ ചെയ്യുക. അങ്ങനെ നമ്മുടെ കൂട്ട് കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ നമ്മൾ അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഞാൻ ബാലൻസ് വന്ന മുട്ടയും ഇച്ചിരി വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ, 2 സൈഡും വേവിച്ചെടുക്കുക. അടിപൊളിയാണ്, ട്രൈ ചെയ്ത് നോക്കണേ.